ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ടുണ്ടായ വേസ്റ്റുകൾ എന്ത് ചെയ്തു എന്നറിയും? ഇല്ലെങ്കിൽ നിങ്ങൾ അറിയണം, കാണണം. അപ്പോ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് മിസ്റ്റർ വി രാജേഷ് എത്രത്തോളം വേസ്റ്റ് ഉണ്ടായി ഒന്ന് നാട്ടുകാർക്ക് പറഞ്ഞു കൊടുത്തേ. 811 ടൺ മാലിന്യമാണ് ഇന്നലെ മാറ്റിയിട്ടുള്ളത്. 811 ടൺ മാലിന്യം മാറ്റിയിട്ടുണ്ട്. കേട്ടല്ലോ, 833 ടൺ വേസ്റ്റ്. ആ ടൺ വേസ്റ്റ് ഞങ്ങൾ ഡംപ് ചെയ്തു. എവിടെ? ഏതെങ്കിലും പ്രത്യേക കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നോ? വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടി നഗരസഭയ്ക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരുന്നോ? ഒരു ചുക്കും ഇല്ലായിരുന്നു. ദൃശ്യം അങ്ങോട്ട് നോക്കിയേ. ഈഞ്ചക്കലിലെ ഒരു തുറന്ന പ്രദേശത്താണ് ഈ 833 ടൺ മാലിന്യം കൊണ്ടുവന്ന് ഡംപ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ദൃശ്യം ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. പാലത്തിന്റെ മുകളിൽ നിന്ന് ചിത്രീകരിച്ച് അയച്ചിരിക്കുന്നതാണ്. അതായത് നഗരസഭ ആൾക്കാരെ അകത്ത് പ്രവേശിപ്പിക്കാത്തത് കൊണ്ട് തന്നെ അതിന്റെ മുകളിൽ നിന്ന് ചിത്രീകരിച്ച് അയച്ച ദൃശ്യമാണ് ഈ കാണുന്നത്. ഈ കാണുന്ന വേസ്റ്റിന് ഇക്കുറി വലിയ പ്രശ്നമുണ്ട്. കാര്യം, വരും ദിവസങ്ങളിൽ ഈഞ്ചക്കൽ ഗ്രൗണ്ടിന് അപ്പുറവും ഇപ്പുറവും ഒക്കെ താമസിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകാൻ പോവുകയാണ്. എന്താണെന്നല്ലേ, കഴിഞ്ഞ തവണ ഹരിതചട്ടം വളരെ കൃത്യമായി പാലിച്ചാണ് പൊങ്കാല നടത്തിയത്. അതായത് കർശനമായിട്ട് പ്ലാസ്റ്റിക് നിരോധനം, പ്ലാസ്റ്റിക് കൊണ്ടുവരരുത്, പ്ലാസ്റ്റിക്കിലുള്ള ബോട്ടിലൊന്നും അനുവദിച്ചിരുന്നില്ല, വെള്ളം കുടിക്കാൻ വരെ സ്റ്റീൽ ഗ്ലാസ് ഏർപ്പെടുത്തിയിരുന്ന ഒരു സാഹചര്യം. അങ്ങനെ പ്ലാസ്റ്റിക്കിനെ പരമാവധി നിയന്ത്രിച്ചു. ആ നിയന്ത്രിച്ചത് ഒരു കണക്കിന് ഗുണമായിരുന്നു. പൊങ്കാലയോടനുബന്ധിച്ച് നഗരത്തിലുണ്ടായ വേസ്റ്റുകൾ, ആ വേസ്റ്റുകൾ ചാരമായിരുന്നു, ഇലകളായിരുന്നു, പ്ലാസ്റ്റിക് നന്നേ കുറവായിരുന്നു. പക്ഷേ ഇക്കുറി അത്തരത്തിലുള്ള ഒരു പരിപാടിയും നടന്നില്ല. മുഴുവൻ നഗരം പ്ലാസ്റ്റിക്കിൽ മുങ്ങി. ആ പ്ലാസ്റ്റിക്കോടുകൂടി കോരിയെടുത്താണ് നേരെ കൊണ്ടുവന്ന് ഈഞ്ചക്കലിൽ ആ കാണുന്ന വേസ്റ്റ് ഡംപിലിട്ടിരിക്കുന്നത്. ഇത് ഒരിക്കലും നശിക്കാത്ത വേസ്റ്റാണ്, വേർതിരിക്കാത്ത വേസ്റ്റാണ്. ഇതിവിടെ കിടന്ന് എന്ത് സംഭവിക്കും? നശിക്കാതെ കിടന്നാൽ അടുത്ത മഴയൊക്കെ വരുന്ന സന്ദർഭത്തിൽ ചെറിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായാൽ ഒഴുകി അടുത്ത ആൾക്കാരുടെ വീടുകളിലേക്ക് ചെന്ന് കയറും. അതാണ് ഇപ്പോഴത്തെ അത്യാധുനിക മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ചെയ്തിരിക്കുന്ന പ്രവർത്തനം. ഇതൊക്കെ കേരളത്തിലെ മാധ്യമങ്ങൾ ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? അവർക്കിതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. 833 ടൺ വേസ്റ്റ് ഇപ്പോ നഗരത്തിന്റെ തൊട്ട് പുറത്തുള്ള ഈഞ്ചക്കലിലെ ഈ ഓപ്പൺ ഗ്രൗണ്ടിൽ നഗരസഭയുടെ അധീനതയിലുള്ള ഈ പ്രദേശത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ തുറസായി ഡംപ് ചെയ്യുമ്പോൾ അതിൽ ഭക്ഷണ മാലിന്യങ്ങളുണ്ട്, അതിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഒരു അഴകുഴമ്പൻ സ്റ്റൈലിൽ ഇത് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് തള്ളിയിരിക്കുമ്പോൾ വരും ദിവസങ്ങളിൽ മഴയുണ്ടായിക്കഴിഞ്ഞാൽ ഇതിനകത്ത് പൊങ്കാലക്കലങ്ങൾ ഉൾപ്പെടെയുള്ള പലതിനകത്തും പ്ലാസ്റ്റിക് കവറുകളിലും വെള്ളം കെട്ടി നിന്ന് നഗരത്തിൽ കൊതുകുകൾ കൂടി ഉണ്ടാകാൻ പോവുകയാണ്. ഇങ്ങനെ നഗരവാസികളെ സംബന്ധിക്കുന്നിടത്തോളം വലിയൊരു കുരുക്കാണ് കാത്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാധ്യമങ്ങളെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് ഇങ്ങനത്തെ ഒരു തോന്നിവാസം കാട്ടിവെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം വലുതായിരിക്കും. ഇങ്ങനെ അല്ലായിരുന്നു കഴിഞ്ഞ നഗരസഭാ ഭരണസമിതി ഒന്നും വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്ത് അതിൽ ചുടുകല്ല് സെപ്പറേറ്റ് ആക്കി ജനങ്ങളെ കൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ഇല്ലാതാക്കി അതിനുശേഷം ഭൂമിയിൽ അലിഞ്ഞു ചേരുന്ന വേസ്റ്റുകൾ മാത്രമാണ് പ്രത്യേക സ്ഥലങ്ങളിൽ ഉപേക്ഷിച്ചത്. പക്ഷേ ഇതിപ്പോ അങ്ങനെയല്ല. പ്ലാസ്റ്റിക് ബോട്ടിലും പ്ലാസ്റ്റിക് കവറുകളും വിറകും കൊതുമ്പും ചപ്പും ചവറും എല്ലാം കൂടി ചേർത്ത് കോരിക്കൊണ്ടുവന്ന് ഒരൊറ്റ തള്ള്. ഇനി ഇതിന്റെ പ്രത്യാഘാതങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല, കിട്ടുന്നവൻ വെച്ച് അനുഭവിച്ചോ എന്ന ശൈലി. എത്ര അത്യാധുനിക മാലിന്യ സംസ്കരണമെന്ന് നാട്ടുകാർ നോക്കി കാണണേ. ഇതൊക്കെയാണ് ബ്ലൂ പ്രിന്റ് മാലിന്യ സംസ്കരണം. കണ്ടുവച്ചോളൂ.